ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫാം ഞങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ്. ഈ ഒരു ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ല ചിറ്റ്ലഞ്ചേരി RK ഫിഷ് ഫാം എന്ന് ഗൂഗിളിൽ ഞങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഫാമിൽ എല്ലാതര വളർത്തുമീൻ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. മീൻ വളർത്താൻ ആവശ്യമായ എല്ലാതര പെല്ലറ്റ് തീറ്റകളും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഫാമിൽ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ടാങ്കുകളും ഇവിടെയുണ്ട്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നെ ഇവിടെ നിന്ന് കിട്ടും. അവിടെ മീൻ കുഞ്ഞുങ്ങൾ വാങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ച സമയത്ത് ഒരു 3.5 വർഷം 2 വർഷമൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഇവൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. മീൻ കുഞ്ഞുങ്ങൾ ഇറക്കുന്നത് മുതൽ അത് പിടിച്ച് വിൽക്കുന്നത് വരെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A to Z കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉള്ള രീതിയിൽ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കാനും തരുന്നുണ്ട്. അത് ഇറക്കി വലുതാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന് നല്ല ടോപ്പ് പ്രൈസിന് തന്നെ ഇവർ വാങ്ങി റിട്ടേൺ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് നല്ലൊരു വരുമാനം അതിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും മീൻ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അതുപോലെ മീൻ കടകൾക്ക് ആവശ്യമായ വലിയ മീനുകളും ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. കുറഞ്ഞ വിലയ്ക്ക് തന്നെ നല്ല മീൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മീൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റും. ബ്രാലൊക്കെ ജീവനോടെ തന്നെ നല്ല ആരോഗ്യമുള്ള മീനുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അവിടെ നിന്ന്. അതുപോലെ സിലോപ്പി ഉണ്ട്, കട്ട്ള. എല്ലാവരും വാൽപ്പാറ, ഊട്ടി പാർക്കുകളിലേക്ക് അങ്ങനെയൊക്കെ ട്രിപ്പ് ഫാമിലിയായിട്ട് പോകാറുണ്ട്. നല്ല എമൗണ്ട് ചിലവാക്കിയിട്ട് തന്നെ. നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ചിലവാക്കിയിട്ട് ഇങ്ങനെയുള്ള ഫാമുകൾ മക്കളുമായിട്ടൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഷ് മീൻ ഇവർ തന്നെ കട്ട് ചെയ്ത് തരും. വലിയ മീനുകൾ ഇവിടെ ഉണ്ട്, കട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ വീട്ടിലേക്ക് വളർത്താൻ മക്കൾക്കൊക്കെ നമുക്ക് 10-20 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം. അതും ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ഒരു മീൻ കുഞ്ഞിനും 3 രൂപ 2 രൂപ അങ്ങനെ ഓരോ മീനിനും ഓരോ റേറ്റാണ്. ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോയി മക്കൾക്ക് കൊടുക്കാം. അതിലൂടെ നമ്മൾ മക്കൾക്ക് നല്ലൊരു ടൈം പാസ്സാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കണം. ഒരു ടൈം പാസ്സും ഇല്ലാണ്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന മക്കൾ വീഡിയോ വലിക്കാനും ആൻസ് വലിക്കാനും അങ്ങനെയുള്ള ടെൻഡൻസി കൂടും. അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പണിയില്ല. ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, കളിക്കാൻ ഗ്രൗണ്ടുകളും മക്കൾക്ക് ഇല്ലാതായി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിൽ തന്നെ ഒരു ആക്ടിവിറ്റി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നിന്ന് എക്സ്ട്രാ ഒരു മുട്ടായി മേടിക്കാൻ പൈസ തരികയാണ്, ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 30 രൂപ തരികയാണെങ്കിൽ അവരത് കൂട്ടി വെച്ച് ഈ മീൻ കുഞ്ഞുങ്ങൾ അതല്ലെങ്കിൽ പ്രാവ് അല്ലെങ്കിൽ കിളികൾ അങ്ങനെയുള്ള മൈൻഡ് അവർക്ക് അതിലേക്ക് പോകും. ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഒരു 30 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ കടയ്ക്ക് പോകും, പിള്ളേരുടെ കൂടെ കൂട്ടുകൂടും. അതിലൊരുത്തം പറയും നമുക്ക് ബീഡി മേടിച്ച് വലിക്കാം. എല്ലാവരും കൂടെ ചേർത്തിട്ട് ബീഡി മേടിച്ച് വലിക്കും. ചെറുപ്പത്തെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വലുതായി വരുന്ന സമയത്ത് അത് മദ്യത്തിലെത്തും. അതുകൊണ്ട് പിന്നെ അപ്പോഴേക്കും രക്ഷിതാക്കളും പ്രായം വയസ്സാവും ആ സമയത്ത്. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാണ്ടാവും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഓരോ പുതിയ ആക്ടിവിറ്റീസ്, നല്ല ആക്ടിവിറ്റീസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ മീനിൻ്റെ മാത്രമല്ല പറയുന്നത്, പല കാര്യങ്ങൾ അവർക്ക് കളിക്കാനായിട്ട് ഷട്ടിൽ ബാറ്റ് വാങ്ങിക്കൊടുക്കുക, ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുക, വോളിബോൾ വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റും ബോളൊക്കെ വാങ്ങിക്കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുക. പലവരും വീട്ടിൽ മക്കളെ കളിക്കാൻ വിടില്ല, ഫോൺ കയ്യിൽ കൊടുത്തിട്ട് വീട്ടിലിരിക്കുക പറയും. ഫോണിലൂടെ കാണുന്നത് മൂവീസാണ്. ആ മൂവീസിൽ മദ്യപാനം, പുകവലി അങ്ങനെയുള്ള വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഫോണിലൂടെ വരുന്നത്. ഇതൊക്കെയാണ് കണ്ടും മക്കളും അതിലേക്കാണ് ഇഷ്ടങ്ങൾ കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാവരും മനസ്സിലാക്കുക. മക്കൾ ചെറുപ്പത്തിൽ തന്നെ ഒരു 12-13 വയസ്സിൽ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളാണ് ചെയ്ത് കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുക, നിങ്ങൾ ഫാം വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മീൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് പോകാം, ഒരു കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.